ഹലോ, വെൽക്കം ബാക്ക്. നപ്പൂസ് കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ല കുരുമുളകിട്ട് വരട്ടിയ ബീഫിൻ്റെ റെസിപ്പിയാണ്. നല്ലൊരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നേരെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു കുക്കറിലോട്ട് ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 10-15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇവ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഞാൻ സ്പൂൺ വെച്ചാൽ മിക്സ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുക്കർ ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഒഴിക്കേണ്ടതില്ല. ബീഫിൻ്റെ വെള്ളവും ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം വരും. അപ്പോൾ നിങ്ങൾ കുക്കറിൻ്റെ രീതിയും ബീഫിൻ്റെ രീതിയൊക്കെ അനുസരിച്ച് വിസിൽ മാറ്റം വരും. അതൊന്ന് നോക്കിയിട്ട് ചെയ്യുക. ഒരു 90% വേവാവുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2 മീഡിയം സൈസ് സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതും 2-3 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് വഴന്ന് വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ബീഫിൻ്റെ അതിലുള്ള ആ വെള്ളം ചേർക്കുന്നില്ല, അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിച്ച വെള്ളം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് 1-2-3 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ബീഫ് വേവിക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നൊരു കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തത്. നിങ്ങൾ എരിവിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി നല്ല എരിവൊക്കെയുള്ള കുരുമുളകിട്ട് വരട്ടിയ ബീഫ് റെഡിയാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.